ഗൗതം, കഴിഞ്ഞ ദിവസം വി മുരളീധരൻ മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഈ രത്തൻ കേൽക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഗുരുതരമായ ആരോപണങ്ങൾ, സ്വാഭാവികമായി നമ്മൾ സാധാരണക്കാർക്ക് ചിന്തിക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചത്. വി ഡി സതീശൻ 100-ലധികം സീറ്റുകൾ നേടി കേരളത്തിൽ അധികാരത്തിലെത്തുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ അവിടെ നടന്നു എന്ന തരത്തിലുള്ള സംശയമാണ്. കറക്റ്റ് നമ്പറാണ് വി ഡി സതീശൻ പറയുന്നത്. 102, കോൺഗ്രസിന് 63. അപ്പൊ ഇതൊക്കെ ഈ ഗണിച്ചു പറയുന്നത് പോലെ അല്ല, എനിക്കൊന്ന് ഇപ്പൊ ജോത്സ്യന്മാർ പോലും ഇത്ര കൃത്യമായി ഗണിക്കില്ല എന്ന് തോന്നുന്നു. അതെ, അപ്പോൾ അത് സ്വാഭാവികമാണ് ആ സംശയം ഉയരുന്നത്. അപ്പോൾ രത്തൻ കേൽക്കറുടെ നിയമനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത, പുതിയ അപ്ഡേഷൻ: മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറിയായി IAS ഉദ്യോഗസ്ഥൻ രത്തൻ കേൽക്കറെ നിയമിച്ചതിനെതിരെ പ്രതിഷേധം ശക്തം. നിയമനത്തിന് പിന്നിൽ രാഷ്ട്രീയ ഇടപെടലടക്കം സംശയിക്കുകയാണ് BJP. അതേസമയം വിഷയത്തിൽ പ്രതികരിക്കാൻ മുഖ്യമന്ത്രിയോ പുതിയ സെക്രട്ടറിയോ തയ്യാറായിട്ടില്ല. പശ്ചിമ ബംഗാളിലെ IAS ഉദ്യോഗസ്ഥനെ സമാനമായി നിയമിച്ചത് രാഷ്ട്രീയ വിവാദമാക്കുന്നവരാണ് കേരളത്തിൽ ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നത്. വീണയുണ്ട് വീണ്ടും വിവരങ്ങൾ നൽകാൻ. വീണ, ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു. വീണ, നമ്മുടെ മുഖ്യമന്ത്രി അദ്ദേഹം നന്ദിയുള്ളവനാണ് എന്ന് നമുക്ക് മലയാളികൾക്ക് അഭിമാനിക്കാം. കാരണം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ നടത്തി കഴിഞ്ഞു എന്നാണ് മലയാളികൾ ഒന്നടങ്കം പറയുന്നത്. കാരണം കൃത്യമായ പ്രവചനങ്ങൾ, അതിന് തൊട്ട് പിന്നാലെ പെട്ടെന്ന് രത്തൻ കേൽക്കറുമായിട്ടൊരു ആത്മബന്ധം VD സതീശൻ ഉടലെടുക്കുന്നു. അതിൻ്റെ ഭാഗമായി സെക്രട്ടറിയായി നിയമിക്കുന്നു. എന്താണ് ശരിക്കും സംഭവിച്ചത്? ഈ ആരോപണങ്ങളുടെയൊക്കെ അടിസ്ഥാനം എന്താണ്? എങ്ങനെ ഈ വാർത്തയെ നമുക്ക് നോക്കിക്കാണാം വീണ? അശ്വതി, ഗൗതം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ ഈ ഒരു പേഴ്സണൽ സ്റ്റാഫുകളെ നിയമിക്കുന്ന കാര്യത്തിൽ ആ ഒരു നിയമനം വന്നതിൻ്റെ, ആ ഒരു പട്ടിക വന്നതിന് പിന്നാലെ കടുത്ത വിമർശനം തന്നെയാണ് VDS സർക്കാർ നേരിടുന്നത്. പ്രത്യേകിച്ച് VD സതീശൻ്റെ നിലപാടുകളിലടക്കം ശക്തമായിട്ടുള്ള വിമർശനം ഉയർന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. ആദ്യം അദ്ദേഹം മുഖ്യമന്ത്രിയെ സ്ഥാനമേൽക്കുന്നു. തൊട്ട് പിന്നാലെ തന്നെ തനിക്കുള്ള സുരക്ഷാ വാഹനങ്ങൾ, അതായത് വാഹന വ്യൂഹത്തിൽ എണ്ണം കുറയ്ക്കുന്നു എന്ന് പറയുന്നു. അതിന് പിന്നാലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രോളുകൾ നിറയുന്നു. സമൂഹ മാധ്യമങ്ങളിലടക്കം VD തരംഗമാകുന്നു എന്ന തരത്തിൽ വലിയ തരത്തിൽ PR വർക്കുകൾ നടക്കുന്നു. തൊട്ട് പിന്നാലെയാണ്, ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ഒരു പേഴ്സണൽ സ്റ്റാഫുകളുടെ നിയമനം വന്നത്. ആ നിയമന വിഷയത്തിലാണ് ഇപ്പോൾ കടുത്ത വിവാദം ഉണ്ടായിരിക്കുന്നത്, വിമർശനങ്ങൾ ഉയരുന്നത് എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാനത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന രത്തൻ കേൽക്കറെയാണ് സെക്രട്ടറിയായി നിയമിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഈ കാര്യത്തിൽ മുൻ സർക്കാരിനെ പലതവണ പ്രതിപക്ഷ നേതാവായിരുന്ന സാഹചര്യത്തിൽ VD സതീശൻ വിമർശിച്ച് രംഗത്തെത്തിയിരുന്നു. മുൻ മുഖ്യമന്ത്രിക്ക് 20-ലധികം സ്റ്റാഫുകളുണ്ട്. ഒപ്പം തന്നെ എന്തിനാണ് ഇത്രയും പരിചാരകരുടെ ആവശ്യം? എന്താണ് കേരള മുഖ്യമന്ത്രിക്ക് ഇതിൻ്റെ ആവശ്യമുണ്ടോ? ഇത് അധിക ചിലവല്ലേ? സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇതുകൊണ്ട് ഇത് ദൂർത്തിൻ്റെ ഭാഗമാണെന്ന് വിമർശിച്ച VD സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി കസേരയിൽ എത്തിയപ്പോൾ, അതായത് നമ്മൾ നാട്ടിൽ പലതരത്തിലുള്ള പഴഞ്ചൊല്ലുകളൊക്കെ കേൾക്കുന്നുണ്ട്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെയാണ് അത്തരത്തിലുള്ള പഴഞ്ചൊല്ല് തന്നെയാണ് ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന് പറയുന്നത് പോലെ തന്നെ സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്നു എന്നതുപോലെയാണ് VD സതീശൻ്റെ കാര്യം. അധികാര കസേരയിൽ എത്തിയപ്പോൾ താൻ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ പോലും ഈ വിമർശന കാര്യങ്ങളെ മറന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം 20ഓളം പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെ തന്നെയാണ് നിയമിച്ചിരിക്കുന്നത്. ഇവർക്കൊക്കെ ശമ്പളം കൊടുക്കേണ്ടത് ഈ ഖജനാവിൽ നിന്ന് തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം കടന്നു പോകുന്നതെന്ന് VD സതീശൻ കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും മന്ത്രിസഭാ യോഗത്തിന് ശേഷമൊക്കെ പ്രതികരിക്കുകയുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ധവളപത്രം ഇറക്കുന്നതിന് ഒരു പ്രത്യേക സംഘത്തെ രൂപീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുമ്പോഴാണ് ഇത്തരത്തിലധികം സ്റ്റാഫുകളെ, ഒന്നിലേറെ സ്റ്റാഫുകളെ നിയമിച്ചുകൊണ്ട് വലിയ തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടാകുന്ന തരത്തിലേക്ക് നടപടി സ്വീകരിച്ചെന്നുള്ളതാണ്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വിമർശനവുമായി BJP രംഗത്തെത്തിയിട്ടുണ്ട്. രത്തൻ കേൽക്കറെ നിയമിച്ചതിന് പിന്നിൽ കൃത്യമായിട്ടുള്ളൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. കോൺഗ്രസിൽ ഇതിന് പിന്നിൽ എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ട്. ആ ഗൂഢലക്ഷ്യത്തിൻ്റെ ഭാഗമായി തന്നെയാണ് പേഴ്സണൽ സെക്രട്ടറിയായി ആ ഒരു തസ്തികയിലേക്ക് പലരുണ്ടായിട്ട് പോലും രത്തൻ കേൽക്കറെ നിയമിച്ചതെന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? ഇത്തരത്തിൽ വിവാദങ്ങൾ ഉയരുമ്പോഴും വിമർശനം ഉയരുമ്പോഴും മുഖ്യമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ രത്തൻ കേൽക്കർ ആകട്ടെ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അവധി ദിവസമായിരുന്നു, ഞായറാഴ്ചയായിരുന്നു. ആ ദിവസം ഈ ഉത്തരവ് വന്നതിന് പിന്നാലെ തന്നെ രത്തൻ കേൽക്കർ ആ ഓഫീസിലെത്തി ഔദ്യോഗിക ചുമതലയിൽ സ്ഥാനമേൽക്കുകയും ചെയ്തു. പക്ഷേ ഈ വിമർശനങ്ങൾ ഉയരുമ്പോൾ പോലും രത്തൻ കേൽക്കർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ്. VD സതീശനും ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് പ്രതികരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്ത് ന്യായീകരണമായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇറക്കുക എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് തങ്ങൾക്ക് 100-ലേറെ സീറ്റുകൾ കിട്ടും, തങ്ങൾ വലിയ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിലെത്തുമെന്നുള്ളൊരു പ്രവചനം നടത്തി. ആ പ്രവചനത്തിന് പിന്നാലെ കസേരയിലെത്തി ആദ്യ ചില കാര്യങ്ങളിൽ ഒരു നിലപാട് സ്വീകരിച്ചു, പിന്നീട് മറ്റൊരു നിലപാട് സ്വീകരിച്ചു. ഇത് VDS സർക്കാരിൻ്റെ ഇരട്ടത്താപ്പല്ലേ എന്നുള്ള കാര്യത്തിലടക്കം സംശയമില്ല എന്നുള്ളതാണ്. പലയിടങ്ങളിലും ഇത്തരത്തിലുള്ള നിയമനം നടക്കുമ്പോൾ വിമർശനം ഉന്നയിച്ചിരുന്ന ഒരു മുഖ്യമന്ത്രിയാണ് ഇപ്പോൾ ആ കസേരയിലെത്തിയപ്പോൾ നിലപാടിൽ മാറ്റം വരുത്തിയിരിക്കുന്നത്. ഇരട്ടത്താപ്പ് നയം സ്വീകരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അശ്വതി.
അതെ വീണ മറ്റൊരു കാര്യം കൂടി ഉണ്ടല്ലോ. കാരണം വി ഡി സതീശൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ രീതിയിലുള്ള ഒരു PR വർക്ക് നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു അത്. അതായത് ഒരു ജനങ്ങൾക്കിടയിൽ ജനകീയനായ ഒരു മുഖ്യമന്ത്രിയായി അറിയപ്പെടുക എന്നൊരു ആഗ്രഹം വി ഡി സതീശൻ്റെ മനസ്സിലുണ്ട്. ഒപ്പം താൻ വലിയ പ്രവചന സിംഹമാണെന്ന് കാണിക്കാൻ തരത്തിലുള്ള ചില പ്രവചനങ്ങളൊക്കെ നടത്തുന്നു. ഇപ്പോൾ വീണ അവസാനം നിർത്തിയല്ലോ, അതായത് പറഞ്ഞു നിർത്തിയെടുത്ത് ഞാൻ നിന്ന് തുടങ്ങുകയാണ്. അതായത് ഇന്ന് പ്രതികരണം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്ന് ഒരു ചിരിയിൽ ഒതുക്കാനാണ് സാധ്യതയെന്നാണ് ഞാൻ കൽപ്പിക്കുന്നത്. എന്നാലും പഞ്ചാബിലടക്കം വലിയ രീതിയിൽ ഇത് വലിയ രാഷ്ട്രീയ വിവാദമാക്കിയ അതേ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് കേരളത്തിൽ ഇത്തരമൊരു കാര്യത്തിന് കൂട്ടുനിൽക്കുന്നത്. അതായത് ഒരു രാഷ്ട്രീയ ഇരട്ടത്താപ്പ്, കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഇരട്ടത്താപ്പിന്റെ അവസാന ഉദാഹരണമായി രത്തൻ കേൽക്കറിന്റെ നിയമനത്തിനെ നമുക്ക് കാണാൻ കഴിയില്ലേ വീണ? അശ്വതി, തീർച്ചയായും അത് തന്നെയാണ്. ഈ ബംഗാളിലെ തിരഞ്ഞെടുപ്പിന് ശേഷം അവിടുത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായിരുന്ന മനോജ് അഗർവാളിനെ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരി ചീഫ് സെക്രട്ടറിയായി നിയമിച്ചതിൽ വലിയ തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചെത്തിയ കോൺഗ്രസ് നേതാക്കളാണ് ഇപ്പോൾ വി ഡി സതീശൻ കൈക്കൊണ്ടിരിക്കുന്ന ഒരു തീരുമാനത്തെ ന്യായീകരിച്ച് രംഗത്തെത്തിയിരിക്കുന്നത്. പലരും പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു നിയമനം നടത്തുമ്പോൾ അതിനെന്തിനാണ് വിമർശന വിധേയമാക്കേണ്ടത്, എന്തിനാണ് തുടക്കത്തിലെ നിയമനങ്ങളിൽ തന്നെ പഴി പറഞ്ഞുകൊണ്ട് സർക്കാരിൻ്റെ മുഖച്ഛായ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളും അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്കൊക്കെയാണ് ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് കോൺഗ്രസ് നേതാക്കളിലെ ചിലർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിക്കണം. അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രി കസേര കിട്ടിയതിന് പിന്നാലെ, അധികാരത്തിലേറിയതിന് പിന്നാലെ വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ തരത്തിലുള്ള PR വർക്കുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രിയെ കേന്ദ്രീകരിച്ചടക്കം അത് വലിയ തരത്തിൽ ചർച്ചയാകുന്നതുമുണ്ട്. അതായത് യുവാക്കൾക്കിടയിൽ വലിയ ചർച്ചയാകുന്നു. പൂക്കി മുഖ്യമന്ത്രിയാണ്. ഒപ്പം തന്നെ മുൻപ് പല സമരവേദികളിലും സംസാരിച്ച വിഷയങ്ങളടക്കം, ആ വീഡിയോകളടക്കം, അതിലെ ചെറിയ പ്രസക്ത ഭാഗങ്ങളടക്കം അത് മാത്രം കട്ട് ചെയ്തുകൊണ്ട് റീലുകളായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ തരത്തിൽ പ്രചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ അടുത്തിടയിൽ ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞ കാര്യങ്ങൾ പോലും അത് സ്റ്റിക്കറായി വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇത് ബോധപൂർവമായി നടത്തുന്ന ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം 10 വർഷത്തിന് ശേഷം അധികാരത്തിലെത്തുമ്പോൾ ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ, സർക്കാരിന് എന്നതിലുപരി മുഖ്യമന്ത്രി എന്ന നിലയിൽ തനിക്കൊരു സ്റ്റാർ വാല്യൂ ലഭിക്കണമെന്നുള്ള കാര്യത്തിൽ വി ഡി സതീശൻ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വി ഡി സതീശൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടക്കുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല എന്നുള്ളതാണ്. ആദ്യത്തെ ആ ഒരു എക്സ്പ്രഷനിൽ, ആ ഒരു മുഖഭാവത്തിൽ, ആ ഒരു ചോദ്യത്തിന് മറുപടിയായി നൽകിയ മുഖഭാവത്തിൽ വലിയ തരത്തിൽ ആ വീഡിയോ പ്രചരിക്കുന്നതിന് പിന്നാലെ തന്നെ വി ഡി സതീശനെ കാണാൻ സെക്രട്ടേറിയറ്റിൽ നിരവധി വിദ്യാർത്ഥികൾ എത്തുന്നു, കുട്ടികളടക്കം എത്തുന്നു. അവർക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായി മാറുന്നു എന്ന തരത്തിൽ ചില എക്സ്പ്രഷനുകൾ ഇടുന്നത്, ആ വീഡിയോ ഭാഗങ്ങൾ മാത്രം കട്ട് ചെയ്ത് വലിയ തരത്തിൽ ഷെയർ ചെയ്യപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഒപ്പം തന്നെ ചില പ്രസ്താവനകൾ, ആ പ്രസ്താവനകളെ അടക്കം വലിയ തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും അല്പം കഴിയുമ്പോൾ ഇതൊക്കെ വിമർശന വിധേയമാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം ആദ്യം പറഞ്ഞ കാര്യത്തിൽ നിന്ന് പിന്നീട് ദിവസങ്ങൾ പിന്നിടുമ്പോൾ അതിൽ ചെറിയ നിലപാട് മാറ്റം വരുത്തുക, അല്ലെങ്കിൽ ഒരു പുഞ്ചിരിയിലൂടെയോ അല്ലെങ്കിൽ ഒരു മുഖഭാവത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ചേഷ്ടയിലൂടെയൊക്കെ പ്രതികരിച്ച് അതിനെ റീലാക്കി മാറ്റി മറ്റുള്ളവരുടെ ആ ഒരു ചോദ്യത്തിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടുകൊണ്ട് ഒരു ചിരിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഹാസ്യഭാവത്തിലേക്ക് ആ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതായി പലതവണ നമ്മൾ വി ഡി സതീശൻ്റെ പ്രവൃത്തിയിലൂടെ, ആ വാർത്താ സമ്മേളനത്തിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്നും അത്തരത്തിൽ മാധ്യമങ്ങളെ കാണുമ്പോൾ ഈ ചോദ്യങ്ങൾക്ക് അത്തരത്തിലുള്ള ഭാവങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചേഷ്ടകൾ കാണിച്ചാൽ അത്ഭുതപ്പെടാനില്ല. കാരണം അത് VDS അത് ആസ്വദിക്കുന്നുണ്ട്. മാത്രമല്ല അത് ആളുകൾക്കിടയിൽ ചർച്ചയാവുകയും തൻ്റെ മുഖം, അതായത് മുഖ്യമന്ത്രി എന്ന നിലയിൽ തനിക്ക് ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നതിൻ്റെ ഫലമായിട്ടാണെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അശ്വതി, ശരി വീണ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും രത്തൻ കേൽക്കറുടെ നിയമനത്തിൽ അങ്ങനെ ഒരു പുഞ്ചിരിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുഖഭാവം കൊണ്ടോ മറുപടി നൽകിയാൽ മലയാളികൾ അത് സ്വീകരിക്കില്ല എന്ന കാര്യത്തിൽ ഉറപ്പാണ്. കാരണം രാഷ്ട്രീയ പ്രബുദ്ധരാണ് നമ്മൾ മലയാളികൾ. എന്തായാലും രാവിലെ തന്നെ കമന്റ് ബോക്സിൽ സ്നേഹം നിറച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകർ എത്തിയിട്ടുണ്ട്. ഗൗതം, സുനിൽ, സന്ദീപ്, ശശി, മോഹൻദാസ്, TP ജോസ്, സന്ദീപ്, അജിത, അങ്ങനെ PRP കുറുപ്പ്, ഒരുപാട് പ്രേക്ഷകർ ഇങ്ങനെ സ്നേഹം നിറയ്ക്കുന്നുണ്ട്. ഗൗതമിന് സന്തോഷമാവുന്ന ഒരു കാര്യം ഞാൻ പറയട്ടെ. അഖില് പറയുന്നുണ്ട് ഇന്നത്തെ കോസ്റ്റ്യൂം കൊള്ളാം, നന്നായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വളരെ നന്ദി, താങ്ക് യു. ഒരു കാര്യം കൂടി അഖിൽ പറയുന്നുണ്ട്. അതായത് അഖിൽ കാരണം അഖിലിന്റെ വീട്ടിലെ എല്ലാവരും ഇപ്പോൾ ജനം TV ഫാൻസാണ്. രാവിലെ മുതൽ ജനം TV ആണ് വെക്കുന്നത്. ഒപ്പം ചായക്കപ്പ് കണ്ടതിൽ അഖിലിന് വലിയ സന്തോഷമായി എന്നും പറയുന്നുണ്ട്. അഖിലിനെ പോലുള്ള പ്രേക്ഷകരാണ് നമ്മുടെ ആവേശം അല്ലേ? അതെ, തീർച്ചയായും അത് തന്നെയാണ് ഞങ്ങളുടെ ആവേശം. പ്രത്യേകിച്ച് ഇന്നത്തെ കോസ്റ്റ്യൂം കൊള്ളാം, ഗൗതമിനെ കൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗൗതമിന്റെ ബാറ്ററി ലെവൽ ഒന്ന് ഹൈ ആയി. അത് അങ്ങനല്ലേ? അതായത് ആർക്കാണ് ഒരാളെ പറ്റി പോസിറ്റീവായി കേൾക്കുമ്പോൾ താല്പര്യമില്ല, അതിപ്പോ അശ്വതിയെ പറ്റി ഒരാൾ പോസിറ്റീവായിട്ട് പറയുമ്പോൾ സന്തോഷമില്ലേ? തീർച്ചയായും അത് ശരിയാണ്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. ഒപ്പം പറയുന്നുണ്ട് ഇന്നലെ സൗപർണികയുടെ ആദരവ് സ്വീകരിച്ച ശ്യാമിന് അഭിനന്ദനങ്ങൾ എന്ന് പറയുന്നുണ്ട് ഒരു ചേട്ടൻ.
ഞങ്ങളും അദ്ദേഹത്തിന് അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട്. എന്തായാലും ശ്യാമേട്ടൻ വരുമ്പോൾ ഞങ്ങൾ കൃത്യമായി തന്നെ ഇത് എത്തിക്കാം. അപ്പം ബംഗാളിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. സന്ദീപ് വീണ്ടും കുറുമ്പുമായി കമന്റ് ബോക്സിൽ എത്തിയിട്ടുണ്ട്. അശ്വതി ജി നമസ്തേ, ശുഭദിനം. വാതിൽക്കൽ തന്നെ നിൽക്കുക കേട്ടോ, മാറി നിൽക്കേണ്ട എന്നാണ് ഇന്ന് പറയുന്നത്. ഞാൻ മാറി നിൽക്കുന്നില്ല, ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു അടിപൊളി തിങ്കളാഴ്ച. പിന്നെ അശ്വതി, കുറച്ച് രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ പ്രേക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട്. കുറെ പേര് ഡീസലിന്റെയും പെട്രോളിന്റെയും വില കൂടിയ കാര്യം പറയുന്നുണ്ട്. പക്ഷേ അത്തരം ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ലോകത്തെ എല്ലാ രാജ്യങ്ങളിലും ഇന്ധനവില വർദ്ധിച്ചപ്പോൾ ഭാരതത്തിലാണ് ഏറ്റവും കുറവ് വർദ്ധിച്ചേക്കുന്നത്. അപ്പോൾ അക്കാര്യങ്ങൾ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരം തിങ്ങും ഇവിടെ പെട്രോൾ മൈനിങ് കേന്ദ്രങ്ങളൊന്നും ഇല്ലല്ലോ. പക്ഷേ കേരം തിങ്ങും കേരള നാട്ടിൽ വെളിച്ചെണ്ണയ്ക്ക് എത്ര രൂപയെന്നാണ് നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? വെളിച്ചെണ്ണയുടെ വില കൂടുന്നതൊന്നും ഇവിടെ ആർക്കും ചർച്ച ചെയ്യണ്ടല്ലേ? അതെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം എപ്പോഴും നമ്മൾ ഒരു സർക്കാർ സംവിധാനത്തെ കുറ്റം പറയുന്ന സമയത്ത് മറ്റ് രാജ്യങ്ങളിലെയൊക്കെ സാഹചര്യങ്ങൾ എന്താണ് എന്നതിനെപ്പറ്റി കൂടി ചിന്തിച്ചിട്ട് വേണം നമ്മളെപ്പോഴും ഈ ഡീസലിൻ്റെ പെട്രോളിൻ്റെ വിലയൊക്കെ കൂടുന്നുണ്ടെങ്കിൽ അതേപ്പറ്റി ചിന്തിക്കാൻ.